വെൽക്കം ടു ഡേ 1 ഓഫ് ലേണിംഗ് ഫോട്ടോഗ്രാഫി. അപ്പം എന്താണ് ഫോട്ടോഗ്രാഫി? ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കലി സേവിങ് ആൻ ഒപ്റ്റിക്കൽ ഇമേജ് ആസ് എ പെർമനന്റ് പിക്ചർ ഓൺ എ സർഫസ്. അത് മനസ്സിലായ? അതായത് നമ്മൾ ഈ ലെൻസി കോഡ് അല്ലെങ്കിൽ കണ്ണാടി കോഡ് ഈ ക്യാമറയിൽ നോക്കുമ്പോൾ കാണില്ലേ, അതിനെ നമ്മൾ ഈ സെൻസറിലേക്ക് അല്ലെങ്കിൽ പ്രതലത്തിലേക്ക് പെർമനന്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ഫോട്ടോഗ്രാഫി ആദ്യമായിട്ട് കടന്നു വരുന്നത് 1820s ആ ഒരു കാലഘട്ടത്തിലാണ് ഫോട്ടോഗ്രാഫി വരുന്നത്. ക്യാമറ കണ്ടുപിടിച്ചത് നൈസഫോർ നിയപ്സ് എന്ന് പറയുന്ന ഒരാളാണ്. 1816 ക്യാമറ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഫോട്ടോ വന്നത് 1827. ഫാമിലി എസ്റ്റേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോട്ടോ എടുത്തത്. അതിനൊരു പേരും ഉണ്ട്, വ്യൂ ഫ്രം ദ വിൻഡോ അറ്റ് ലേ ഗ്രാസ്. അന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയൊന്നല്ല. 8 മണിക്കൂർ സമയം വേണം ഒരു ഫോട്ടോ എടുക്കാൻ. പണ്ട് കാലത്ത് എങ്ങനെ ഒരു ഫോട്ടോ എടുത്തേന്ന് നമുക്ക് നോക്കാം. അപ്പം നൈസഫോർ നിയപ്സ് ഒരു തിൻ വാർണിഷ് ഉണ്ടാക്കാനായിട്ട് ബിറ്റുമെൻ ഒരു ഓയിൽ ഓഫ് ലാവൻഡറിലേക്ക് ഡിസോൾവ് ചെയ്തു. ബിറ്റുമെൻ എന്താണെന്നല്ലേ? ബിറ്റുമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോം ഓഫ് പെട്രോളിയം, അതിനാണ് ബിറ്റുമെൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പ്ലേറ്റ്, അത് പ്യൂട്ടർ പ്ലേറ്റ് എന്ന് പറയാം, അതൊരു ലെഡ് അല്ലെങ്കിൽ കോപ്പർ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് ചൂടാക്കി ഉണങ്ങാൻ വെച്ചു. മണിക്കൂറുകളോളം ഇരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം അത്രയും അടിക്കാനായിട്ട്. അപ്പോൾ ഈ സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പോൾ ഈ ബിറ്റുമെൻ ഒഴിച്ചേക്കണ ഭാഗമില്ലേ, സൂര്യൻ എത്ര ശക്തിയായിട്ട് അടിക്കണോ ആ ശക്തിയായിട്ടുള്ള ഭാഗം മാത്രം കട്ടിയാവും. അപ്പോൾ ഈ വെളിച്ചം കുറവുള്ള ഭാഗം അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് ഞങ്ങളത് വൈറ്റ് പെട്രോളിയം ഓയിൽ ഓഫ് ലാവൻഡർ മിക്സ് ചെയ്തിട്ട് ഇതിനെ കഴുകി കളയും. കട്ടിയായിട്ടുള്ള ഭാഗം മാത്രം പോവില്ല, അതിനെ ഒരു ഇമേജ് ആയിട്ട് ഫോം ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മൾ വെള്ളത്തിൽ റിൻസ് ചെയ്യും, ഇനിയൊരു കെമിക്കൽ ആക്ഷൻ നടക്കാതിരിക്കാൻ. ഇത്രയൊക്കെ ചെയ്താലാണ് ഒരു ഫോട്ടോ ഒന്ന് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഇത്ര മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.